Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. ഇന്ന് എക്സാം ഉണ്ടോ വല്ലതും? ഇന്ന് തുടങ്ങി 8th ബാച്ചിനൊക്കെ സ്റ്റഡി ലീവ് കൊടുക്കാണ്. എക്സാം ഇല്ല. ഈ സാറ്റർഡേ 7th batch. സാറ്റർഡേയിലാ? 7th ആണോ? 7th സാറ്റർഡേ ഫൈനൽ എക്സാം തുടങ്ങി. എക്സാം തുടങ്ങുന്നത് 7th സാറ്റർഡേയിലാണ്. 8th സ്റ്റഡി ലീവ് ഇല്ല, പിന്നെന്താ നമ്മൾ ജോയിൻ ചെയ്യാത്ത? കുറച്ച് അധികം പിള്ളേര് കുറവാണല്ലോ. ഇന്നലെ 20 above ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് തുടങ്ങിയിട്ട്. എക്സാം ആയിട്ടുണ്ടായിരിക്കും മാം. എക്സാം ആയോണ്ടായിരിക്കും. ഇന്നില്ല, എക്സാം ഇല്ല. ഇന്ന് എക്സാം ഇല്ല. ഇന്നല്ല മാം, ഈ പബ്ലിക് ഇല്ല, മെയിൻ എക്സാം അല്ലേ വരുന്നത്, അതുകൊണ്ടായിരിക്കാം. ഇത്രയും ദിവസം മോഡൽ എക്സാം ആയിരുന്നല്ലോ. ഓക്കെ, എനിവേ നമുക്ക് തുടങ്ങാം. എല്ലാവരും വായിച്ചൊക്കെ നോക്കിയില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത്, ഇന്നലെ എടുത്തതൊക്കെ അല്ലെ? ഇന്റർവ്യൂ പിന്നെ പാനൽ സെറ്റ് ചെയ്തു. ഇന്റർവ്യൂ പാനൽ സെറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോബ് ആസ്പിറൻസിന് ഇന്റർവ്യൂവിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയിച്ചുകൊണ്ടുള്ള കൺഫർമേഷൻ അല്ലെങ്കിൽ ഇന്റിമേഷൻ ലെറ്റേഴ്സ് വിടുന്നു. അതിനുശേഷം അതോടൊപ്പം തന്നെ അവരോട് അത് കൺഫേം ചെയ്യാൻ, നിങ്ങൾ വെദർ ദേ അറ്റൻഡ് ഫോർ ദ ഇന്റർവ്യൂ ഓർ നോട്ട്, ഇന്റർവ്യൂവിന് അവർ അറ്റൻഡ് ചെയ്യോ ഇല്ലേ എന്നൊക്കെ ഉള്ള കൺഫർമേഷൻ മെയിൽ ത്രൂ അയക്കാനായിട്ട് ആവശ്യപ്പെടുകയും അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളാണ് പിന്നീട് ചെയ്യേണ്ടത്. HR മാനേജറും മറ്റു ആളുകളൊക്കെ കൂടി ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓർഗനൈസിങ്ങും അവർ ചെയ്യണം അല്ലെ, അറേഞ്ച്മെന്റ്സും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടേ അല്ലെ. പിന്നെ കോൾ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് കണ്ടു. ഒത്തിരി കാര്യങ്ങൾ, കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞേക്കണം. ഒത്തിരി നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിലേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ മാത്രം കാര്യം ആലോചിച്ചാൽ പോരാ. അതായത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ചെല്ലുന്നു, അവര് നമ്മളോട് കണ്ട ചോദ്യമൊക്കെ ചോദിക്കുന്നു അല്ലെ. ഇതൊക്കെ നമ്മൾ അത് മാത്രം നമ്മൾ എന്താ പറയാ ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽട്ടീസ് മാത്രമേ നമ്മൾക്ക് ഓർക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ പിന്നില് അല്ലെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൂടി മനസ്സിലാക്കണം. അപ്പൊ ഇതുപോലെയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഒക്കെ ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ അതിനുള്ള പർട്ടിക്കുലർ ടൈം കൂടി കണ്ടെത്തിയിട്ടാണ് ഇന്റർവ്യൂ ഡേറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ ഡേയില് ഏത് ദിവസം ഏത് ടൈമിലാണോ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ഒരു ടൈമില് ആ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തതിന് ശേഷം അക്കോർഡിംഗ് ടു ദ പാരാമീറ്റേഴ്സ് വിച്ച് ഈസ് customized parameters and also criteria for many things, the qualification, experience, സാലറി എക്സ്പെക്ടഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. അത് കൂടാതെ ഓരോ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓർഗനൈസേഷൻസോ അവർ ആഡ് ഓൺ ചെയ്യുന്ന കുറെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് കൂടി ഉണ്ടായിരിക്കും. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ബേസിസിൽ കാൻഡിഡേറ്റ്സിന്റെ അസസ്മെന്റുകൾ നടത്തുന്നു എന്നുള്ളതാണ്
നമ്മൾ കണ്ടല്ലേ. അപ്പൊ എക്സ്ട്രാ ചില പാരാമീറ്റേഴ്സ് കൂടി നമ്മൾ കണ്ടു. ക്വാളിഫിക്കേഷൻ, എക്സ്പെക്ടഡ് സാലറി, അതുപോലെ എക്സ്പീരിയൻസ്. ഇതിന് ബിയോണ്ട്, ഇതിന് പുറമെ what all parameters are added by organizations. പല മറ്റ് പാരാമീറ്റേഴ്സ് കൂടി ഈ കാൻഡിഡേറ്റിനെ അളക്കാൻ വേണ്ടി, കാൻഡിഡേറ്റിന്റെ കഴിവ്, മികവ്, അവരുടെ എല്ലാം അല്ലെ, പേഴ്സണൽ ആയിട്ട് നമുക്ക് ഉണ്ടാകേണ്ട വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതൊക്കെ ഉണ്ട്. ഇതെല്ലാം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഫിക്സ് ചെയ്യും. ആ കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടു. പേഴ്സണാലിറ്റി, അപ്പിയറൻസ്, ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, കമ്മ്യൂണിക്കേഷൻ, ഇന്റഗ്രിറ്റി, ആറ്റിറ്റ്യൂഡ്, റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ്, then character, behavior, confidence, approach, technical knowledge and practical knowledge. ഇനിയും ഇതിന്റെ കൂടെ HR മാനേജർക്ക് as many as parameters can be added. അവർക്ക് എന്താ പറയാ, ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള, ഏറ്റവും റിയൽ ടാലന്റിനെ ഹണ്ട് ചെയ്തെടുക്കാൻ എന്ന് വെച്ചാൽ അവരുടെ ഓർഗനൈസേഷൻ, നമ്മൾ ഏത് ഓർഗനൈസേഷനും നല്ല ഏറ്റവും കുറെ ജോലിക്കാര് ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, ജോബ് സീക്കേഴ്സ്. അവർക്കൊക്കെ ജോലി കൊടുക്കുക എന്നുള്ളത് ഏത് ഓർഗനൈസേഷനും സാധ്യമായ കാര്യമൊന്നുമല്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഓർഗനൈസേഷൻ അവർക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് അല്ലെ, വെരി ബെസ്റ്റ് എന്ന് തോന്നുന്ന ആളുകളെ ആയിരിക്കും എത്ര ചെറുതും ആയിക്കോട്ടെ വലുതും ആയിക്കോട്ടെ ഉള്ള ഓർഗനൈസേഷൻ തീരുമാനിക്കുക. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് വേണം അല്ലെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് വേണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഏത് ഓർഗനൈസേഷനും. ഞങ്ങള് ഒരു ചെറിയ ഓർഗനൈസേഷൻ അല്ലേ, അപ്പൊ അതുകൊണ്ട് ഇത്രയൊക്കെ, അത് അങ്ങനെയല്ല. ഉള്ളവരിൽ നിന്ന് ബെസ്റ്റിന്, കാരണം അങ്ങനെയുള്ളവര് എന്താ പറയാ ഒരു ഓർഗനൈസേഷന്റെ അസറ്റുകളാണ് തീർച്ചയായിട്ടും അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ ആസ്തിയായിരിക്കും. കാരണം നല്ല എഫിഷ്യൻസി ഉള്ള, നല്ല പേഴ്സണാലിറ്റി ഉള്ള, നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള, നല്ല നോളജ്, ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എല്ലാ രീതിയിലുള്ള നോളജ് ഉള്ള ആളുകൾ ഒപ്പം ചേർത്ത് നിർത്തുന്നത് ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. സോ ദേ വിൽ ബി സം ടൈപ്പ് ഓഫ് അസറ്റ്സ് ടു ദ ഓർഗനൈസേഷൻ ഓർ ഫേം. അത് ആ ഫേമിനെ സംബന്ധിച്ച് വലിയൊരു അസറ്റ് ആയിരിക്കും. അത്തരം ആസ്തികൾ നമ്മൾ പറയും, ബിൽഡിങ്, ലാൻഡ്, ഇങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ അസറ്റ് എന്ന് പറയാ. അല്ല, മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ മനുഷ്യന്മാരും വലിയ അസറ്റ്സ് ആണ്. കാരണം അവരുടെ ഐഡിയാസ്, ഓരോ മനുഷ്യന്റെയും ഐഡിയ മറ്റുള്ളവരിൽ വ്യത്യസ്തമാണ്. കുറച്ച് നല്ല എന്താ പറയാ ലൈഫിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾ, നല്ല നല്ല ഐഡിയാസ് അല്ലെ, സ്പോട്ടിൽ ഐഡിയാസ് വരുന്നവരുണ്ട്. അങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് അവരുടെ ഐഡിയാസ് ഉപയോഗിച്ച്, നോളജ് ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളുകളെ തന്നെ ഓർഗനൈസേഷൻ തെരഞ്ഞെടുക്കും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക്, അവരുടെ ജനറൽ മാനേജേഴ്സിന് they can add on more and more parameters for hunting this real talent. ഇങ്ങനെയുള്ള റിയൽ ടാലന്റിനെ നമുക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ പാരാമീറ്റേഴ്സ് ആഡ് ഓൺ ചെയ്യാം എന്നുകൂടി നമ്മളവിടെ അടിവരയിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യമാണ്. ഓക്കെ, അവര് കുഞ്ഞു പാരഗ്രാഫ് പോയിന്റുകളുടെ താഴെ കണ്ടല്ലോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാട്ടോ. അത് അവർക്ക് they have the liberty എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എത്ര വേണമെങ്കിലും പാരാമീറ്റേഴ്സ്, ഇത് കൂടാതെ എന്ത് പാരാമീറ്റേഴ്സ് കൂടി ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ചിന്തിച്ച് അത് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ കുറച്ച് ആൾക്കാരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് അതിന്റെ ഒരു എന്താ പറയാ ഒരു ഇതായിട്ട് എടുത്ത് പറയുന്നത്. കുറച്ച് പേരുണ്ടായിരുന്നു, പകുതി 12 വരെ ഞാൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇരട്ടിയായി 24. കുറച്ചുകൂടി നേരത്തെ എല്ലാവരും കയറാനായിട്ട് നോക്കാം. ഇനി അടുത്ത നമ്മള് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ ക്വസ്റ്റ്യൻ ആയർ? എന്താണ് ക്വസ്റ്റ്യൻ ആയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മീൻസ് ദ ഫോം വിച്ച് ഇൻക്ലൂഡ്സ് മെനി ക്വസ്റ്റ്യൻസ്. അതായത് ക്വസ്റ്റ്യൻ ആയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യാവലി അല്ലെ, ചോദ്യങ്ങളുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ, അതിൽ നിന്ന് അതന്നെ ചോദ്യാവലികളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആയർ എന്ന് വിളിക്കുക. അതൊരു റിട്ടേൺ ഡോക്യുമെന്റ്, റിട്ടേൺ ഫോർമാറ്റില് എഴുതി തയ്യാറാക്കി വെക്കുന്നു. അത് പല കാര്യങ്ങളിലും നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ആയർസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ എന്താ പറയാ പഞ്ചായത്ത് തലത്തിലൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. നമ്മുടെ വീട്ടിലെ കുടുംബനാഥന്റെ പേര്, അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ വീടിന്റെ അഡ്രസ് അല്ലെ, വീട് എത്ര സെന്റ് സ്ഥലമുണ്ട്, അങ്ങനെയൊക്കെ സർവേക്കൊക്കെ വരുമ്പോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുമ്പോ അങ്ങനെ പല കാര്യങ്ങൾക്കും കോമൺ ആയിട്ട് ഒരു ഇക്കോണമി പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വിടുന്നുണ്ട്. ഹോസ്പിറ്റൽസിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ ഫോർമാറ്റ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനും, അതുപോലെ കുറെ ചോദ്യങ്ങൾ അതിനകത്ത് നമ്മൾ ആര് സജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ വന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന മറ്റൊരു ചോദ്യാവലിയും നമുക്ക് കാണാൻ സാധിക്കും. ഇൻ ദ സെയിം വേ
ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ ഫോർ പ്രിപ്പയറിംഗ് ദ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്ന സമയത്ത് സം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ പ്രിപ്പയർഡ്. അങ്ങനെയും കുറെ എന്താ പറയാ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടാ ടു അസസ് ദ ജോബ് ആസ്പിരൻസ് ത്രൂ ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂയിലൂടെ ഈ ജോബ് ആസ്പിരൻസിനെ, അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക് അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. അപ്പൊ HR ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വെറുതെ ആവശ്യമില്ലാത്ത കാട് കയറുന്ന ചോദ്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടല്ല, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ അല്ലെ, ഒരു നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നുണ്ട് ഫോർ മേക്കിംഗ് ദ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. HR മാനേജറും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. കാരണം ബിക്കോസ് അവര് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഒരുപാട് എന്താ പറയാ വർഷങ്ങളായിട്ട് ഇവർക്ക് ഒരു മാനേജർ ആകുക എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, ഒരാളല്ല, ഒരു വ്യക്തിയല്ല. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നിന്ന് ഒരാൾ മാനേജർ, മോർ എക്സ്പീരിയൻസ്, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമല്ല അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർക്കും പറ്റും. അങ്ങനെയുള്ളവര് എന്ത് ചെയ്യുന്നു, അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ദേ ക്യാൻ ഹാൻഡ് ഓവർ ഇറ്റ് ടു ദ മാനേജ്മെന്റ് ഓർ ഇന്റർവ്യൂ പാനലിലേക്ക്, ആ ഒരു ബോർഡിലേക്ക് എന്താ പറയാ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, കാരണം അതിന്റെ ബേസിസിൽ ദേ ക്യാൻ ഇവാലുവേറ്റ് ദ കാൻഡിഡേറ്റ്. ബിക്കോസ് ഈ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് ഇവർ തയ്യാറാക്കി അങ്ങോട്ട് കൊടുക്കുന്നു, കാരണം ദേ ഹാവ് സം എക്സ്പീരിയൻസ്. ഇവിടെ വന്നിരിക്കുന്ന ഇന്റർവ്യൂ പാനലിലുള്ള ആളുകളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഇവർക്കായിരിക്കും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന്. ബിക്കോസ് ദ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ്, അതിനകത്ത് വന്നിരിക്കുന്ന മെമ്പേഴ്സ് കം ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഓർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ ഫ്രം ഡിഫറെന്റ് ടെക്നിക്കൽ ഫേംസ് അല്ലെ, പല രീതിയിൽ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ വരുന്നവരാണ് എല്ലാവരും അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഏത് രീതിയിലുള്ള ചോദ്യം ചോദിക്കണമെന്ന് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, അറിയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി അവിടെ വെക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഈസി ടു ഹാൻഡിൽ. അങ്ങനെ വരുമ്പോൾ ഈ കാൻഡിഡേറ്റ്സ് വന്നിരിക്കുമ്പോൾ അവരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ മോസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഇതിനകത്ത് എന്താ പറയാ ഈ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. പ്രൊഫഷണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ഈ നല്ല രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ സേഫ് ഗാർഡ് ദ പ്രൊഫഷണലിസം ഓഫ് ദ മാനേജ്മെന്റിന്റെ ആ ഒരു എന്താ പറയാ അവരുടെ ആ തൊഴിലിന്റെ ആ ഒരു ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് അത്തരം ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തേണ്ടത്. നമ്മൾ അവരുടെ ഉള്ളിലേക്ക് കയറി ഭയങ്കരമായിട്ട് ഉള്ളിൽ കയറിയിട്ട് പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ എന്താ പറയാ വ്യക്തി ഹത്യ ചെയ്യുന്നത് പോലെയുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്താതിരിക്കുന്നതായിരിക്കും ഭംഗി അല്ലെ. ഒരു ആളുടെ ഇമോഷണൽ ഫീലിങ്സിനെയൊക്കെ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയും ചില കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ അതിനെയൊക്കെ ഒരു നല്ല രീതിയിൽ അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് അത്തരം ചോദ്യങ്ങളാണെങ്കിലും അവരെ വലിയ രീതിയിൽ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഉൾപ്പെടുത്തുക. ഇവിടെ നമുക്ക് ഒരു HR സ്റ്റാൻഡേർഡ് സ്പെസിമെൻ ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ ചോദ്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് ഉൾപ്പെടുത്തുക? ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങളും when you appear for an interview you can also go through these kind of questions so that you can be prepared. ആൻഡ് നിങ്ങൾക്കും അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള ആൻസേഴ്സ് നമ്മൾക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ആയിരിക്കാം. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, എന്താണ് ഇതെല്ലാം ഒന്നാമത്തെ ഇങ്ങനെ ഓരോരുത്തരായിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമുക്കറിയാം പാനൽ മെമ്പേഴ്സ് ഒരുപാട് പേര് 3-4 പേരൊക്കെ ഉണ്ടെങ്കിലും അവർ ഓരോരുത്തരും മാറി മാറിയായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യാം. കൈൻഡ്ലി ഡിസ്ക്രൈബ് യുവർസെൽഫ്, നമ്മളെ സ്വയം പരിചയപ്പെടുത്താനാണ്. നമ്മളെ സ്വയം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മുടെ പേര്, നമ്മൾ വേർ ആർ യു ഫ്രം, നമ്മൾ എവിടെ നിന്ന് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതാണ് പറയാ. അടുത്ത വാട്ട് ഈസ് ദ ടോട്ടൽ എക്സ്പീരിയൻസ് യു ആർ ഹാവിംഗ്. നിങ്ങൾക്ക് മൊത്തത്തിൽ ആകെ എവിടെയൊക്കെ ജോലി ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ചിലപ്പോ ചിലരൊക്കെ ഒരു ഫേമിൽ തന്നെ മാത്രം ജോലി ചെയ്തവരുണ്ടായിരിക്കാം, എക്സ്പീരിയൻസ് ഇല്ലാത്തവരുണ്ടായിരിക്കും, ഒന്നിലധികം ഫേമുകളിൽ മാറി മാറി വർക്ക് ചെയ്തവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. വൈ ആർ യു പ്ലാനിങ് ടു ലീവ് ദ പ്രസന്റ് കമ്പനി? അതിനുള്ള റീസൺസ് കൊടുക്കണം. എന്ന് വെച്ചാൽ ചിലപ്പോൾ നേരത്തെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഫ്രഷേഴ്സിനോട് ആണെങ്കിൽ അങ്ങനെ ചോദിക്കില്ല.
അല്ലാത്തവരാണെങ്കിൽ അവർ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു കമ്പനി ലീവ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കമ്പനി ലീവ് ചെയ്യുന്നു, അവിടെ നിങ്ങൾ എന്ത് റീസൺ ആണ് അത് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് അടുത്ത ചോദ്യം ചോദിക്കാം. വൈ ഷുഡ് ദ കമ്പനി ഹയർ യു, ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ ഹയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിക്ക് എന്ത് തരാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അവിടെ നിന്ന് പോന്നു, അല്ലെങ്കിൽ അത് നേരത്തെയുള്ള എക്സ്പീരിയൻസിൽ നിന്നുള്ള ആളുകളോടായിരിക്കും ചോദിക്കുക അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്നതിന്റെ കാരണം. ആ കാരണം പറഞ്ഞു കഴിയുമ്പോൾ നെക്സ്റ്റ് ചോദ്യം ഒബിയസ്ലി ഇങ്ങനെ ആയിരിക്കാം, എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ജോലി തരണം അല്ലെങ്കിൽ ഹയർ ചെയ്യണം, മീൻസ് ടു റിക്രൂട്ട് അല്ലെ, എന്തിനാണ്, കാരണം അതിനെന്തെങ്കിലും മോട്ടീവ് അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു എയിം ഞങ്ങൾക്ക് തരാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്, അതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആർ യു കോൺഫിഡന്റ് ഇൻ അണ്ടർടേക്കിംഗ് ദിസ് ഓൾ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾക്ക് തരുന്ന ജോലി വളരെ നല്ല രീതിയിൽ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ, അതിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണോ എന്ന് വെച്ചാൽ ഇന്നൊരു ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് ജോലി തന്നു, യു ആർ ദ സോൾ റെസ്പോൺസിബിൾ പേഴ്സൺ ടു ഹാൻഡിൽ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ഏക എന്താ പറയാ ഉത്തരവാദിത്തം നിങ്ങളിലാണ്. അത് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂന്നുണ്ടെങ്കിൽ പറയാം അല്ലെ, അല്ലാതെ പറ്റില്ല എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണം അങ്ങനെയുണ്ടെങ്കിൽ അവർ നമ്മളവിടെ പറയണം അല്ലെ, അല്ലാതെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് അത് അവര് നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ്. ഹൗ ലോങ് വിൽ യു സ്റ്റേ ഇൻ അവർ കമ്പനി, നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയിൽ എത്ര നാളത്തേക്ക് ഇവിടെ നിൽക്കും എന്നുള്ളത്. ചിലർക്ക് അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ, 2 വർഷം നിൽക്കും അല്ലെങ്കിൽ 3 വർഷം നിൽക്കും, ചിലപ്പോ അത് കഴിയുമ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചേക്കും. ബിക്കോസ് ചിലപ്പോൾ നമ്മളുടെ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ വാങ്ങിച്ചു വെച്ചേക്കാം ജോലി കിട്ടുമ്പോൾ അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് എന്തെങ്കിലും നമുക്ക് മാറി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചില ക്ലോസുകൾ നമ്മളവിടെ ചേർക്കും. കാരണം ഇത്ര വർഷം കഴിയുമ്പോൾ എനിക്ക് ഇന്നതുണ്ട്, അപ്പൊ ഐ ഹാവ് ടു ഗോ, എനിക്ക് അങ്ങനെയാണെങ്കിൽ പോകേണ്ടി വരും 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യുക അവിടെ. ദെൻ എന്താണ് വാട്ട് ഈസ് യുവർ പ്രസന്റ് സാലറി, ഇപ്പൊ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളം എത്രയാണ്, വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് സാലറി, ഇവിടെ നിങ്ങൾ എന്ത് സാലറിയാണ് പ്രതീക്ഷിക്കുന്നത്, വാട്ട് ഈസ് യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവർ ചോദിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് പറയാവുന്നതാണ്. ആർ യു റെഡി ടു സെർവ് എനിവർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെ ജോലിക്ക് വിട്ടാലും എന്ന് വെച്ചാൽ എവിടെ ജോലിക്ക് വിട്ടാലും ചിലപ്പോൾ they may have some branches all over India അല്ലെ, ഇന്ത്യയുടെ എവിടെയെങ്കിലും ഒക്കെ ഭാഗങ്ങളിലായിട്ട് ചിലപ്പോൾ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കും അത്തരം ഫേമുകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ പോകാൻ തയ്യാറാണോ, അല്ല എനിക്ക് ഇവിടെ കേരളം വിട്ട് അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ആ ലൊക്കാലിറ്റി വിട്ട് പോകാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിലൊക്കെ അവിടെ അത് പറയണം. കാരണം അത്തരം കണ്ടീഷൻസിലേക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും റിക്രൂട്ട്മെന്റുകൾ കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് അവർ എടുക്കുക. സോ അതിന്റെ ആൻസർ കൊടുക്കേണ്ടി വരും. അറ്റ് ഷോർട്ട് നോട്ടീസ് വിൽ യു ഏബിൾ ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു ഷോർട്ട് നോട്ടീസിന്റെ ബേസിസിൽ എന്ന് വെച്ചാൽ വളരെ ചുരുക്കം സമയം അധികമില്ല. ഇന്ന ഒരു ദിവസം പറയുകയാണ് നിങ്ങളോട് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫ്രം ഫ്രൈഡേ ഓൺവേർഡ്സ് യു ഹാവ് ടു മൂവ് ഫ്രം ദിസ് ഡിസ്ട്രിക്ട് ടു അനദർ ഡിസ്ട്രിക്ട് എന്ന് പറയുകയാണ്. ആ ഷോർട്ട് നോട്ടീസിന്റെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെ പോകാൻ തയ്യാറാകുമോ? നേരത്തെ പറയണ്ടേ, ഇതൊക്കെ വന്നപ്പോ പറഞ്ഞില്ലല്ലോ, റിക്രൂട്ട് ചെയ്തപ്പോ പറഞ്ഞില്ലല്ലോ എന്ന് നേരം തട്ടിക്കേറില്ലല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഇതൊക്കെ ചോദ്യങ്ങള്? ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും തോന്നുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ കണ്ടിട്ട് ഞാൻ ഇത്രയും വരെ ചോദിച്ചുള്ളൂ, അറ്റ് ഷോർട്ട് നോട്ടീസ് വരെ. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടോ? ഇപ്പൊ ഇഫ് യു ആർ ഗോയിങ് ടു ബി ഇന്റർവ്യൂഡ്, നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് പങ്കെടുക്കാനായിട്ട് പോകണമെന്ന് വിചാരിക്കുക. സോ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അതന്നെ നമുക്ക് വ്യക്തമായൊരു ഉത്തരം നിങ്ങൾ എഴുതി വെച്ചോ. ഈ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചിട്ട് അതൊക്കെ ഒന്ന് അതിന്റെ ആൻസേഴ്സ് സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടൊന്ന് അതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കുക അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ കോൺഫിഡന്റ് ആകുക. നമ്മൾ അവർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഇത് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ ഒബ്വിയസ്ലി ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിന് കൂടാതെ ഇതിന് പുറമെ ചിലപ്പോൾ മറ്റു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഒരു എന്താ പറയാ ഇന്റർവ്യൂവിൽ കൂടുതലും ഉണ്ടാക്കുക. നമ്മുടെ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റ് കുന്തോ കുറച്ചൊക്കെ ഒക്കെ വാങ്ങിച്ചു വെക്കുന്നതിന് പുറമെ ഇതൊക്കെ നോക്കിയാൽ പോരെ, ഇത്രയും മാർക്കൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ, ഇത്രയും എന്താ പറയാ ക്വാളിഫൈഡ് ആണ് ഞാൻ, പിന്നെ നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ചോദ്യമൊക്കെ ചോദിക്കണേ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് പ്രസന്റ് സിറ്റുവേഷൻസിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ കയ്യിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ PG സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ അതിനപ്പുറം നമ്മൾ എടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സോ അതിന്റെ അകത്തുള്ള മാർക്കുകളുടെ തൂക്കമോ ഒന്നുമല്ല. അതിനേക്കാൾ പുറമെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്കാണ് ഉത്തരം അവർക്ക് വേണ്ടത്. ബിക്കോസ് അത്രയും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചിലപ്പോൾ
അത്ര വലിയ ക്വാളിഫിക്കേഷൻ ഇല്ല എങ്കിലും ചില ആളുകൾ വളരെ എനർജറ്റിക് ആയിട്ട് അല്ലെ വളരെ നല്ല രീതിയിൽ ആ ഒരു ഫേമിൽ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവരൊരു കാര്യം പഠിച്ചിട്ടില്ല എങ്കിൽ കൂടി എന്ത് ചെയ്യും അതിൽ എക്സ്പീരിയൻസ്ഡ് ആകും അല്ലെ സ്വയം അല്ലെ. അത് നമ്മൾ കണ്ട് കേട്ടല്ലേ ഇതെല്ലാം പഠിക്കുന്നത്. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആകുന്ന ആളുകളും ഉണ്ട് അല്ലെ. അപ്പൊ ചിലർ നമുക്കറിയില്ലേ നഴ്സസ് ജോലി ചെയ്യുന്നത് നമ്മളുണ്ട് അല്ലെ. നഴ്സിന്റെ ജോലി എന്താ? നഴ്സിംഗ് ആണ്, ഹെൽപ്പിംഗ് ആണ്. ഡോക്ടേഴ്സ് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരുടെ ഇൻസ്ട്രക്ഷൻസ്, അവരുടെ ഓർഡേഴ്സ്, പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ആര്? നഴ്സസ് എന്ന് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഡോക്ടേഴ്സ് പോകുമ്പോൾ അവിടെയൊക്കെ അവരുടെ ഒപ്പം നഴ്സസ് ഉണ്ടായിരിക്കും, അവരുടെ ഡ്യൂട്ടീസ് ആണ്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ they will be also well experienced as equal as a doctor. ഒരു ഡോക്ടറിന്റെ ഒപ്പം തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പദവിയിലുള്ള എക്സ്പീരിയൻസിലൂടെ. കാരണം ഇന്ന അസുഖമാണ്, അവർക്ക് മരുന്ന് കുറിച്ചും കണ്ടും കേട്ടും ഒക്കെ ഒത്തിരി പരിചയമായി അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തും, ഡോക്ടേഴ്സിന് തുല്യമായിട്ട് എത്തും. പക്ഷെ നമ്മൾ ഡോക്ടറേറ്റ് എടുത്തില്ല എന്നത് ക്വാളിഫിക്കേഷൻ ബേസിസിൽ മാത്രം നോക്കുമ്പോഴാണ്. അല്ലെങ്കിൽ എല്ലാം അറിയാം ചെയ്യാനായിട്ട്, പരിശോധിക്കാനും മരുന്ന് ഏതാണെന്ന് വരെ ഈ ഒരു സിറ്റുവേഷനിൽ കൊടുക്കുന്നത് ഇതൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള നഴ്സസും ഉണ്ട്. ആ ഒരു ലെവലിലേക്ക് എത്തിയവരും ഉണ്ട്. വിത്തൗട്ട് കംപ്ലീറ്റിംഗ് എനി ഇതുപോലെയുള്ള MBBS കോഴ്സസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ഒരു നഴ്സിംഗ് ലെവലിൽ നിന്നുകൊണ്ട് അങ്ങനെ അറ്റൈൻ ചെയ്തവരും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങള്, അത്തരം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ ഇന്ന് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ അവര് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഷോർട്ട് നോട്ടീസ് ആണെങ്കിൽ കൂടി വെദർ ദേ ആർ ഏബിൾ ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് വിട്ടാൽ പോകാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഇപ്പൊ പറയണം. അതാണ് ഉദ്ദേശിച്ചത്. ഈ എനിക്ക് ഇവിടെ അങ്ങനെ പോകാനൊന്നും പറ്റില്ല, ബിക്കോസ് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്, സോ ഐ കനോട്ട് ഗോ എനിവേർ, ഇവിടെ നിന്നല്ലാതെ മറ്റൊരു സ്ഥലത്തൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കാം. പിന്നെ ആർ യു ഷോർട്ട് ടെമ്പേർഡ്? ചിലപ്പോഴൊക്കെ ഇങ്ങനെയും ചോദിക്കും, നമ്മൾ ഷോർട്ട് ടെമ്പേർഡ് ആണോ എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ഒരു ഫേമില് ഏത് ഓർഗനൈസേഷനിലും ജോലി ചെയ്യുമ്പോൾ പേഷ്യൻസ് അല്ലെ, ക്ഷമ വളരെയധികം അത്യാവശ്യമാണ്. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അത് ക്ഷമിക്കാൻ, അതെ, ദേഷ്യപ്പെടാൻ പാടില്ല പെട്ടെന്ന്. കാരണം ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും ആലോചിച്ച് നോക്കിയാൽ അവിടെ കൂടുതൽ പേഷ്യൻസ് വരുന്നത്. രോഗികളോട് നമ്മൾ ദേഷ്യപ്പെടുന്ന കാര്യമില്ല. അപ്പൊ ദേഷ്യപ്പെടാൻ പാടില്ല. അവർ മുന്നിലിരിക്കുന്ന രോഗി നമ്മളുടെ സ്വന്തമാണെന്ന് മാത്രം വിചാരിക്കുക. വയസ്സായവരൊക്കെ ആണെങ്കിലും നമ്മുടെ അമ്മമാരാണ്, അച്ഛന്മാരാണ്, സഹോദരിയാണ്, സഹോദരനാണ്, ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ രോഗിയെയും പരിശോധിക്കേണ്ടതും അവരെ ശുശ്രൂഷിക്കേണ്ടതും നഴ്സ് ചെയ്യേണ്ടതും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവരോട് എന്താ പറയാ, ദേഷ്യമൊന്നും പ്രകടിപ്പിക്കാനൊന്നും പാടില്ല. അപ്പൊ ഷോർട്ട് ടെമ്പേർഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആർ യു എ ടീം പ്ലെയർ? ടീമായിട്ട് മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചോദിക്കുന്നു. ഇൻഡിവിജ്വൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള എന്താ പറയാ ഒരു കഴിവ്, എലിജിബിലിറ്റി ഉണ്ടോ? വാട്ട് ആർ യുവർ പോസിറ്റീവ് തിങ്സ് യു ഫൈൻഡ് ഇൻ യുവർ സെൽഫ്? നിങ്ങളിൽ തന്നെ കാണുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നമുക്ക് നമ്മളിൽ തന്നെ എനിക്ക് എന്റെ ഇന്ന ക്വാളിറ്റി ആണ് ഇഷ്ടം എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇല്ലേ? എനിക്ക് എന്നിൽ കാണുന്ന ഇന്ന ക്വാളിറ്റി എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് നമുക്ക് നമ്മുടേതായ ക്വാളിറ്റീസ്, നമ്മൾ മറ്റുള്ളവരുടെ ക്വാളിറ്റീസ് അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് നമ്മളുടേതായ ക്വാളിറ്റീസ് കൂടി നമ്മൾ അറിഞ്ഞിരുന്നു അല്ലെ. ഇന്നൊരു കാര്യം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ഇന്ന കാര്യം ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിക്കും, അതെന്റെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി ആണ്. അങ്ങനെ പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു. ഇനി എന്നിൽ തന്നെ ഇഷ്ടപ്പെടാത്ത വല്ല നെഗറ്റീവ്സ് ഉണ്ടോ? ആ നെഗറ്റീവ് തിങ്സ് എന്തെങ്കിലും ഉണ്ടോ? അതും ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത എന്റെ ഒരു ഇന്ന കാര്യം എന്ന് ഉണ്ടെങ്കിൽ അതുപോലെ ചോദിക്കുന്നുണ്ട്. ഹോബീസ്, നമ്മളുടെ എന്താ പറയാ ലിഷ്യർ ടൈമില് നമ്മൾ എന്തൊക്കെയാണ്, വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാ ചെയ്യുക എന്നുള്ളത്. ഡു യു സ്ട്രെസ് ഡ്യൂറിങ് യുവർ വർക്ക്? നമ്മളുടെ ജോലി സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ആളുകളാണോ? ജോലിക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ആളാണോ? ഡു യു ഹാവ് എനി വീക്ക് പോയിന്റ്സ്? നിങ്ങളുടേതായ എന്തെങ്കിലും വീക്ക് പോയിന്റ് ഉണ്ടോ? നിങ്ങളുടെ വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ ആ വീക്ക് പോയിന്റ് പിടിച്ച് മറ്റുള്ളവർ നമ്മളെ തളർത്താനായിട്ട് നോക്കും അല്ലെ. അപ്പൊ അങ്ങനെ തളരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് എന്തെങ്കിലും വീക്ക് പോയിന്റ്സ് ഉണ്ടോ? What is your letter drafting capacity? ഒരു ലെറ്റർ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്? പെട്ടെന്ന് ഒരു കത്തൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കഴിവ്, മികവ്. ആർ യു കമ്പ്യൂട്ടർ ലിറ്ററേറ്റ്? അതായത് കമ്പ്യൂട്ടർ നോളജ് ഉള്ള ആളാണോ? എനി സ്പെഷ്യൽ ഇൻസിഡൻസ് ദാറ്റ് യു കനോട്ട് ഫോർഗെറ്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ അത് പറയേണ്ടി വരും, ചോദിക്കും അവര്. എനി സ്പെഷ്യൽ ഇൻസിഡൻസ് ദാറ്റ് യു നോട്ട് ഫോർഗെറ്റ് ഇൻ യുവർ കരിയർ എന്ന് വെച്ചാൽ ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു ഇടങ്ങളിൽ നിങ്ങൾക്ക് മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അത് ലൈഫിൽ ഏതെങ്കിലും മറക്കാനാവാത്തതും അത് വേറെ ചോദിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ കരിയറിൽ, നമ്മുടെ ജോലി സംബന്ധമായിട്ട് വർക്ക് പ്ലേസിൽ അങ്ങനെ ആ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ മറക്കാനാവാത്ത ഇൻസിഡൻസ് ഉണ്ടോ അതും ചോദിക്കുന്നുണ്ട്. എനി സ്പെഷ്യൽ ഇൻസിഡൻസ് ദാറ്റ് മേഡ് യു ഫീൽ അറ്റ് ഹാർട്ട്, നമുക്ക് വളരെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻസിഡൻസ്, അതായത് നമുക്ക് ഒരിക്കലും മറക്കണ്ട, അതെന്റെ ഹൃദയത്തിൽ ഞാൻ എന്നും സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഉദ്ദേശിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? ഡു യു റിസീവ് എനി അപ്രീസിയേഷൻ ഫ്രം യുവർ റിപ്പോർട്ടിംഗ് ഓഫീസർ? റിപ്പോർട്ടിംഗ് ഓഫീസറിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ അപ്രീസിയേഷൻസ്, എന്തെങ്കിലും എന്താ പറയാ അപ്രീസിയേഷൻ എന്താ, അപ്രീസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അനുമോദനങ്ങൾ അല്ലെ? അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഇന്ന് നല്ല കാര്യം ചെയ്തതിന് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇതിനെയാണ് നമ്മൾ അപ്രീസിയേഷൻ എന്ന് വിളിക്കുക. മലയാളം അനുമോദിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ നല്ലതാണെന്നൊക്കെ പറയുക, എന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ കിട്ടുന്നില്ല പെട്ടെന്ന് എനിക്ക് മലയാളം. പ്രോത്സാഹനം, അതെ, ഓക്കെ. അങ്ങനെയുള്ള അപ്രീസിയേഷൻസ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഡു യു ബിലീവ് ഇൻ എ ജോബ് ഓർ എ ബ്രൈറ്റ് കരിയർ? നിങ്ങൾ നിങ്ങളുടെ ജോലിയിലാണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബെറ്റർ കരിയർ, ഒരു ബ്രൈറ്റ് കരിയർ നിങ്ങൾക്ക് വേണം എന്നാണോ? ഏതിലാണ് നിങ്ങൾക്ക് വിശ്വാസം കൂടുതൽ? ജോലിയാണോ അതോ നിങ്ങളുടെ ബ്രൈറ്റ് കരിയർ ആണോ? അത് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യമായിട്ടുള്ളത്? ഹൗ ലോങ് യു റിക്വയർ ടു ജോയിൻ അവർ ഓർഗനൈസേഷൻ? നിങ്ങൾക്ക് ഇവിടെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു റിക്രൂട്ട്മെന്റ് തരികയാണെങ്കിൽ എത്ര സമയം എടുക്കും നിങ്ങൾക്ക് ഇവിടെ ഈ ഓർഗനൈസേഷനിൽ വന്ന് ജോയിൻ ചെയ്യാനായിട്ട്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെ ഒരു ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുക. അപ്പൊ ഹോസ്പിറ്റൽസിലാവുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ചോദിക്കുക. നിങ്ങൾക്ക് ഒരു അവസരം തന്നാൽ എത്ര സമയം എടുക്കും നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തു എന്ന് അറിയിക്കാനായിട്ട്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ഏത് സമയമെടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ അയറിൽ ഏകദേശം ഉണ്ടായിരിക്കും. ഇനിയും ഇതിൽ കൂടുതലൊക്കെ ഉണ്ടാകും. അപ്പൊ ഒരു സ്പെസിമിൻ ആണ് തന്നിരിക്കുന്നത്, ഒരു എക്സാമ്പിൾ, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ അയർ ആണ് നമ്മളിപ്പോ കണ്ടത് അല്ലെ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിക്കോൾട്ടാ. അടുത്ത ദിവസത്തേക്ക് ഒരു എന്താ പറയാ ഒരു നമുക്ക് എന്താ പറയാ ഒരു അസസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം അല്ലെ? ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമ്മളിവിടെ ഒന്ന് ചോദിക്കാം. നിങ്ങൾ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ അല്ലെ? രസമല്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഡിസ്ക്രൈബ് യുവർ സെൽഫ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതെങ്കിലും എന്ത് ജോലിയിൽ എവിടെയെങ്കിലും ജോലി ചെയ്താൽ മതി. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോയിട്ട് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യാനുള്ള ഇന്റർവ്യൂവിലാണ് നമ്മൾ പങ്കെടുക്കാൻ പോണേ. അതിന് ഞാൻ വേറെ ഇന്ന സ്ഥലത്ത് ഒരു കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ട്, അത് ഇവിടെ പറയേണ്ട കാര്യം എന്താ എന്ന് ചോദിക്കരുത്. എന്ത് ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയാലും നമുക്കത് അവിടെ ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് കമ്പ്യൂട്ടർ ടെക്നോളജിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒരു പ്രൊഫഷണലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ലാബിൽ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കുറച്ച് നാൾ ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, whatever it may be, എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു ഉത്തരം എഴുതി നോക്ക്. അപ്പൊ ഇറ്റ് മേക്സ് യു മോർ കോൺഫിഡൻസ്. കൂടുതൽ നമുക്ക് അത്തരം കാര്യങ്ങളിൽ കോൺഫിഡന്റോടെ പറയാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. കാരണം ഇതിപ്പോ 4 മാസം എന്ന് പറഞ്ഞ പോലെ പോകും അല്ലെ? ഇടാമിടാന്നൊക്കെ അങ്ങോട്ട് പോകും. അത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഇപ്പൊ നിങ്ങൾ അതിനേക്കാൾ നമ്മുടെ ഡിപ്ലോമ എടുത്തവരെക്കാൾ കുറച്ചുകൂടി ലെവൽ മുകളിലാണ് നിൽക്കുന്നത് അല്ലെ? അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് ജോലിക്ക് കയറണം. നിർബന്ധമാണ് അത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടവരാണ്. അല്ലെങ്കിൽ കയറണം. ഒരു ജോലി എന്തായാലും നിങ്ങൾ കൈക്കലാക്കണം. നമ്മൾ പഠിച്ചത് വെറുതെ ആക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനൊക്കെ ഉള്ള ഒരു ആൻസേഴ്സ് ഒക്കെ ഒന്ന് കണ്ടെത്തിയൊക്കെ ഒന്ന് വെക്കുക. നോട്ട് ബുക്കിൽ എഴുതി തന്നെ വെക്കുക. ഓക്കെ, സോ ദാറ്റ് നമുക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം. അടുത്ത അതിന് ഇഷ്ടംപോലെ ദിവസമുണ്ട്. മീൻസ് എന്റെ ക്ലാസ് ഇനി വരുന്നത് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ വരെ ദിവസമുണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ആരൊക്കെ എഴുതി എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊന്ന് ഒരു അസസ്മെന്റ് ഇവിടെ നടത്താം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഓടിച്ചെന്ന് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ ഇന്നതൊക്കെയാണ് ഇന്റർവ്യൂ ഇങ്ങനെയൊന്നല്ല പഠിപ്പിക്കേണ്ടത്. നമ്മൾ സ്വയം അതിൽ നിന്ന് ആ കാര്യങ്ങൾ കാണും, ഇന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ എനിക്ക് ആൻസർ ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് എന്തും ആയിക്കോട്ടെ, നമ്മൾ മുമ്പിൽ ആയിരിക്കും, നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വാട്ട് എവർ നിങ്ങൾക്ക് റൈറ്റ് എന്ന് തോന്നുന്ന കാര്യം വളരെ നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക അല്ലെ? നല്ല ലാംഗ്വേജസിൽ ഐദർ ഇംഗ്ലീഷ് ആണോ അല്ലെങ്കിൽ മലയാളമാണോ, ഏത് രീതിയിലാണ് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ നമുക്ക്
ആ വേർഡ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് അവരിലേക്ക് കൺവേ ചെയ്ത് കൊടുക്കാനായിട്ട് അതുകൂടി ഒന്ന് ശീലിക്കണം. ഓക്കെ, സോ അത് മലയാളമാണെങ്കിൽ കംപ്ലീറ്റ് മലയാളത്തിൽ നല്ല കൃത്യമായിട്ട് സ്ഫുടമായിട്ടൊക്കെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലാണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അല്ലെ. അതുപോലെ തന്നെ ഐ കോണ്ടാക്ട്, ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആൻസർ ചെയ്യുമ്പോഴായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഒരു ഇന്റർവ്യൂ. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ നമ്മളുടെ ഇന്റർവ്യൂ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അതായത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി അല്ലെ, അതിന്റെ കോൾ ലെറ്റർ സെൻഡ് ചെയ്തു. കോൾ ലെറ്ററിൽ തിരിച്ച് അവരോട് ഇന്റർവ്യൂവിൽ ആരൊക്കെ അറ്റൻഡ് ചെയ്യും എന്നുള്ളതിന്റെ കൺഫർമേഷൻ വാങ്ങിച്ചു. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ഇന്റർവ്യൂവിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യുന്നു. ഇന്റർവ്യൂ പാനലിനെയൊക്കെ റെഡിയാക്കി വെക്കുന്നു. അവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനെയർസ് തയ്യാറാക്കുന്നു. ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി കഴിഞ്ഞു. അത് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിച്ച് ഇന്റർവ്യൂവിലൂടെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് എടുക്കണം. ഇനി അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതൊക്കെ കഴിഞ്ഞു. കാരണം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. ഇനി എന്താ, ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം ആണ്. അപ്പൊ ഓരോ ആളുകളും വന്നിരിക്കുമ്പോൾ അവർ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ അസസ്മെന്റ് നടത്താനുള്ള ഫോമുകളുണ്ട്. അപ്പൊ ആ ഫോമില് അത് ഫില്ല് ചെയ്യേണ്ടത് ആരാണ്? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് അവർ ചെയ്യും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൊസിഷൻ അപ്ലൈഡ് ഫോർ, ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തത്, ആ കാൻഡിഡേറ്റിന്റെ പേരെന്താണ്, ആളുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, ആൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എന്താണ്, അതാണ് ആ മൊത്തം 4 കോളത്തിലായിട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതിന്റെ കോളത്തിൽ അവിടെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിവിടെ ആ സ്പേസിലാണ് അവരിത് എന്ത് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇനിയും നമ്മളുടെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് അവരവിടെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കിയത്. താഴെ കുഞ്ഞു ഓരോ റെക്ടാങ്കിൾ ബോക്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ സ്പേസ്, വേക്കന്റ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ അവർ ഫില്ല് ചെയ്യാം. കറന്റ് ജോബ്, ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്നു, കറന്റ് ഡെസിഗ്നേഷൻ, ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്, കറന്റ് സാലറി എന്താണ്, ടോട്ടൽ എക്സ്പീരിയൻസ് എന്താണ്, എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിട്ട് വരാത്തത് കൊണ്ടാണ് അവിടെ എക്സ്പീരിയൻസ് എന്നാണ്. പേഴ്സണാലിറ്റി, ആളുടെ പേഴ്സണാലിറ്റി എങ്ങനെയുള്ളതാണ്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ആള് സംസാരിക്കുന്ന ഭാഷയിലുള്ള ഫ്ലുവൻസി, റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ്, ഓരോ ചോദ്യങ്ങൾക്കും ആള് തരുന്ന മറുപടിയുടെ രീതി എങ്ങനെയാണ്, കോൺഫിഡൻസിന്റെ ലെവൽ എങ്ങനെയാണ്, ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് എന്താണ്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അപ്രോച്ച് ഓർ ആറ്റിറ്റ്യൂഡ്, ആളുടെ മനോഭാവം അല്ലെങ്കിൽ സമീപന രീതി എങ്ങനെയാണ്, ഇനി നെഗറ്റീവ് റിമാർക്സ്, ഇനി മാത്രമല്ല ആ ആളിൽ കണ്ട ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു റിമാർക്കായിട്ട് അതും കൂടി എഴുതി. ഓക്കെ, അപ്പൊ ഇതാണ് അവര് ഓരോ എന്താ പറയാ കാൻഡിഡേറ്റിനും ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ കാൻഡിഡേറ്റിനെയും അസസ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കോളംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കും അവിടെ സൂക്ഷിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? സ്പെസിമെൻ ആണ് ഇന്റർവ്യൂ അസസ്മെന്റ് ഫോമിന്റെ ഒരു സ്പെസിമെൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തത് എന്താന്ന് നോക്കാം നമുക്ക്. അടുത്തത് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഈ അസസ് ചെയ്ത് വിലയിരുത്തൽ കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? ഇതിന്ന് വിലയിരുത്തി നമ്മൾ ഇതിൽ നിന്നും ബെസ്റ്റ് ആളുകളെ തെരഞ്ഞെടുക്കണം അല്ലെ. ആ തെരഞ്ഞെടുക്കലൊക്കെ നടത്തേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള ഓഫർ പ്ലേസ് ചെയ്യണം. അപ്പൊ ഓഫർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഇന്റർവ്യൂവില് വന്നിരിക്കുന്ന ആളുകളെയൊക്കെ ഈ പറയുന്ന ജോബ് ആസ്പിരൻസിനെയൊക്കെ വീണ്ടും അതിൽ നിന്നുകൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കും. അക്കോർഡിംഗ് ടു ദ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ അളന്ന് അവരെയൊക്കെ അസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇന്റർവ്യൂ പാനൽ ബോർഡ്, അതിലെ എക്സ്പേർട്സുകൾ അവർ ആ ഇന്റർവ്യൂവിൽ നിന്നും സെലക്ട് ചെയ്ത ആളുകളെ വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ? 50 പേര് ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ വന്നു. ഈ 50 പേർക്കും ഇന്റർവ്യൂ ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ എന്താ പറയാ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 50 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ചിലപ്പോ 10 പേർക്കാണ് എന്താ പറയാ വേക്കൻസി ഉള്ളത്. 10 പേരുടെ വേക്കൻസിയിൽ 50 പേരെ നമ്മൾ എവിടെ കൊണ്ടുപോയി കൊള്ളിക്കും? പറ്റില്ല. സോ ദേ ഹാവ് ടു അഗൈൻ ഷോർട്ട് ലിസ്റ്റ് ഫ്രം ദ ഇന്റർവ്യൂസ്. ഈ ഇന്റർവ്യൂസിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. അപ്പൊ നേരത്തെ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് നടന്നു. ആപ്ലിക്കേഷൻസ് കിട്ടിയവരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് എടുത്തവരെയാണ് എന്ത് ചെയ്തത്? ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിച്ചത്. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞു, ഇനിയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ പാനല് അത് എന്ത് ചെയ്യുന്നു? എക്സ്പെർട്സ് അത് അവര് ആ ഫില്ല് ചെയ്തിരിക്കുന്ന അസസ്മെന്റ് ഫോം വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? ഈ ഫോം വെച്ചിട്ട് അവർ അസസ് ചെയ്ത് വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആൻഡ് ഇന്റർവ്യൂ അസസ്മെന്റിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നടക്കുക. ഈ അസസ്മെന്റിനകത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന്, some part of the job aspirants or candidates will be rejected. ഈ ഇന്റർവ്യൂവിൽ നിന്ന് കുറച്ച് ഇപ്പൊ 50 പേര് വന്നു, 15 പേരാണ് നമുക്ക് ആവശ്യമുള്ളത്. 15 പേരെ വേക്കൻസി ഉള്ളതിനകത്ത് 50 പേരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തു. അതില് ഒരു ഗ്രൂപ്പ് ഓഫ്
മെജോറിറ്റി ആയിരിക്കും അത് ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യും. ഇവരെ നമുക്ക് ഒട്ടും വേണ്ട, അവിടെ മാറ്റി. ആൻഡ് അപ്പൊ അത് ഒരു ഷോർട്ട് ലിസ്റ്റിങ്ങിന്റെ ഭാഗമാണ്, കുറച്ച് റിജക്ട് ചെയ്യണം. ചിലര് ഹോൾഡ് ചെയ്യണം എന്ന് വെച്ചാൽ മുഴുവനോടെ റിജക്ട് ചെയ്തിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലെ ഇങ്ങനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. ആൻഡ് ബാക്കിയുള്ളത് വിൽ ബി ദ സെലക്ടഡ് ഗ്രൂപ്പ്. ബാക്കിയുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഇന്റർവ്യൂ ഇപ്പോഴത്തെ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. റിജക്ഷൻ ഉണ്ട്, ഓൺ ഹോൾഡ് ഉണ്ട്, ആൻഡ് സെലക്ടഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. എന്നിട്ട് ഈ സെലക്ടഡ് ഗ്രൂപ്പ്സിൽ നിന്ന്, ഈ സെലക്ടഡ് ജോബ് ആസ്പിറൻസിൽ നിന്ന് ദേ മേക്ക് സം റാങ്കിങ്. എന്ത് ചെയ്യും, റാങ്ക് ചെയ്യും. റാങ്ക് ചെയ്യണമല്ലോ, കാരണം എല്ലാവരും പെർഫോം ചെയ്തിരിക്കുന്നത് ഒരേ സ്റ്റൈലിലായിരിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എക്സാമ്പിൾ പറയാം. 50 പേര് ഇന്റർവ്യൂവിന് വന്നു, നമുക്ക് 10 വേക്കൻസി ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ നിന്ന് ഒരു എന്താ പറയാ 30 പേരെ അവർ റിജക്ട് ചെയ്തു. 30 പേര് നമ്മൾ ഉദ്ദേശിച്ച നമ്മളുടെ പാരാമീറ്റേഴ്സിന് ഉള്ള രീതിക്ക് അതിന്റെ ആവറേജ് ഒക്കെ വരണുള്ളൂ, ആവറേജേ വരുന്നുള്ളൂ. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിലാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് നല്ല സ്കിൽ, നല്ല നോളജ്, നല്ല എഫിഷ്യൻസി ഉള്ള ആൾക്കാരുണ്ട് അല്ലെ. നമുക്കും ഉണ്ട്, നമുക്കില്ലെന്നല്ല, നമുക്കൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ ഇതുണ്ട്. പക്ഷേ യു ആർ നോട്ട് ഗെറ്റിംഗ് എനി ഓപ്പർച്യൂണിറ്റി. അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ when you get an opportunity, നിങ്ങൾക്ക് അതുപോലുള്ള സാധ്യതകള്, സൗകര്യങ്ങള് ഒരുങ്ങി കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോ എന്താ പറയാ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളായി തീരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ എല്ലാവരിലും ഉണ്ട്. ഉള്ളില് ഒരുപാട് ഐഡിയാസ്, ഒരുപാട് കഴിവുകള് ഒതുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് അത് കാണാൻ പറ്റും. അവരുടെ ആ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ they have to get some opportunity. അതിന് വേണ്ടിയുള്ള അവസരം അവർക്ക് കിട്ടണം, അപ്പോഴേ അത് പറ്റുള്ളൂ. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നീട് അറിയാൻ പറ്റും നിങ്ങളൊക്കെ എവിടെ എത്തി, ഏത് ലെവലിൽ എത്തി എന്നൊക്കെ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതൊക്കെ കഴിയുമ്പോൾ കാണാം. അപ്പൊ എന്ത് ചെയ്യുന്നു, 10-30 പേരെ റിജക്ട് ചെയ്തു. 50 പേരിൽ 30 പേരെ റിജക്ട് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി അവര് ഒരു 10 നമുക്ക് 10 പേരാണ് വേക്കൻസി ഉള്ളത്. അപ്പൊ ബാക്കി 20 പേരാണ് നിൽക്കുന്നത് അല്ലെ. അതില് ഒരു 20 പേരെ നമ്മൾ 10 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അതായത് പൂർണ്ണമായിട്ട് അവരെ കൊണ്ട് റിജക്ട് ചെയ്യുന്നില്ല. നമുക്ക് 50 പേര് വേണ്ടവരില് 30 പേരെ നമ്മൾ റിജക്ട് ചെയ്തു. റിമൈനിങ് ഈസ് 20. 50-ൽ 20 പേരാണ് ഇനി റിമൈനിങ് ഉള്ളത്. അതിൽ 10 പേരെ നമ്മൾ ഹോൾഡ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. കാരണം ഫ്യൂച്ചറിൽ ചിലപ്പോ ഇവർക്ക് ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ട് വീണ്ടും നമുക്ക് ചിലപ്പോൾ വേക്കൻസീസ് വന്നാൽ സാധ്യതകളുണ്ട്. അത് തന്നെയല്ല, ഈ പറയുന്ന ബാക്കി 10 പേരുണ്ടല്ലോ, 10 പേരെ ഹോൾഡ് ചെയ്തതിനു ശേഷം ബാക്കി 10 പേരുണ്ട്. ഈ 10 പേരെ നമ്മൾ എന്ത് ചെയ്യും, റാങ്ക് ചെയ്യും. ഒന്ന്, ഫസ്റ്റ് പൊസിഷൻ ഇന്ന ആളാണ് ഏറ്റവും നല്ല രീതിയിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്തതും അല്ലെങ്കിൽ ആളുടെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതും നല്ല രീതിയിലാണ്. മാത്രമല്ല ക്വാളിഫൈഡ് സെക്ഷൻ നോക്കുമ്പോൾ, എക്സ്പീരിയൻസ് വൈസ് നോക്കുമ്പോൾ എല്ലാം ഇയാളാണ് ഏറ്റവും ടോപ്പ്. സോ ടോപ്പർക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നു. പിന്നെ അങ്ങനെ ബാക്കിയുള്ളവർക്ക് 10 വരെ റാങ്ക് ചെയ്യുന്നു. അപ്പൊ 10 വരെ നമുക്ക് ഓൾറെഡി ആ വേക്കൻസി 10 ഫില്ല് ചെയ്യാനായിട്ട് നിൽക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇനി ഈ 10 പേര് സെലക്ട് ചെയ്തവരില് ഇത് എല്ലാവരും തന്നെ ഈ ഒരു റിക്രൂട്ട്മെന്റിൽ പെടുവോ? ചിലപ്പോ അവരുടേതായ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ അവരതിൽ നിന്നും ചിലപ്പോൾ വിഡ്രോ ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ബാക്കി നിൽക്കുന്ന നേരത്തെ മാറ്റി ഹോൾഡ് ചെയ്ത് വെച്ചിങ്ങനെ 10 പേരില്ലേ, അവർക്ക് ചാൻസസ് ഉണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ എന്താ പറഞ്ഞത്? മനസ്സിലായോ? ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എല്ലായിടത്തും. അങ്ങനെയൊക്കെ തന്നെ മുഴുവനോടെ നമ്മൾ അവരെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്കത് കിട്ടിയില്ല, ശരി, അവര് അങ്ങനെ എല്ലാവരും പോയി കൂട്ടത്തോടെ. പക്ഷെ നമുക്ക് ഇവിടെ 10 പേരെ നമ്മൾ റാങ്ക് ചെയ്തിട്ടു. ആ 10 പേരിൽ 8 പേർക്കേ വരാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ 2 പേർക്ക് ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളാകാം, ഹെൽത്ത് ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ ദൂരം കൂടുതലുള്ളത് കൊണ്ടാകാം, വന്നു പോകാൻ പറ്റാത്തത് കൊണ്ടാകാം, മെയിൻലി അങ്ങനെ ഒരുപാട് റീസൺസ്. നമുക്ക് മനുഷ്യന്മാർക്ക് എന്ത് കാരണം കണ്ടെത്താനില്ലാത്ത അല്ലെ. അപ്പൊ അങ്ങനെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ആ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആ ഒരു ജോലിയിൽ ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ വന്ന് പോകാനായിട്ട് പറ്റാത്തത് കൊണ്ട് ആ ബാക്കി നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് ചാൻസ് ഉണ്ട് അവിടെ. അവരെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബെസ്റ്റ് ആയിട്ടുള്ള ഇനി 2 പേരെ ഇവിടെ വേണമെങ്കിൽ ഈ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ബാക്കി അവിടെ ഇനി 8 നിൽക്കുന്നുണ്ട്, 8 അവരെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കാം, റാങ്ക് ചെയ്ത് അവിടെ നിർത്താം, അല്ലെങ്കിൽ അവരെ ഹോൾഡ് ചെയ്ത് നിർത്താം, നിങ്ങളെ അറിയിക്കാം, വിവരം പറയാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ. കാരണം ഈ കയറ്റിയവര്, ഈ 10 പേരിൽ നമ്മൾ സെലക്ട് ചെയ്ത് റിക്രൂട്ട് ചെയ്ത് കയറ്റിയവര് അവരുടെ പെർഫോമൻസ് ലെവലൊക്കെ നോക്കി അതിനുള്ള കാര്യങ്ങൾ ഇവിടെ ഇനി അടുത്ത താഴെ പറയുന്നുണ്ട് കേട്ടോ. അവരൊക്കെ കുറച്ച് എല്ലാവരും ഒരേപോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇന്റർവ്യൂ ഒക്കെ ബെറ്റർ ആയിട്ട് ബെസ്റ്റ് ആയിട്ടൊക്കെ പെർഫോം ചെയ്തു. ക്വാളിഫിക്കേഷൻ വൈസ് നോക്കി അതും ഓക്കെയാണ്. പക്ഷെ എങ്കിലും
വിതിൻ ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഇഫ് ദർ ഈസ് എനി അതർ കോസസ്, മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ പറ്റാതെയൊക്കെ ആയാലോ, അപ്പോഴും നമുക്ക് ആളുകളെ വേണ്ടി വരും. അതുകൊണ്ടാണ് ആ വോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവരെ അവിടെ നിർത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ സെലക്ട് ചെയ്ത ആസ്പിരൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, റാങ്ക് ചെയ്യുന്നത്. ആ റാങ്ക് ഹോൾഡേഴ്സിന് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് ഓർഡർ വിൽ ബി ഇഷ്യൂഡ്. അതിനുശേഷം ആ റാങ്ക് ചെയ്തിരിക്കുന്ന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഓരോരുത്തർക്കായിട്ട് അവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അത് അവർക്ക് കിട്ടി എന്നുള്ള അക്നോളജ്മെന്റോടൊപ്പം, അതായത് അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പ് വരുന്നുണ്ട്. അപ്പൊ അക്നോളജ്മെന്റ് കാർഡൊക്കെ വെച്ചിട്ടായിരിക്കും അവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ജോയിനിങ് ഫോർമാലിറ്റീസ് ഒക്കെ പ്രൊസീഡ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷന് എന്ത് ചെയ്യാം, കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂ നടത്തുന്നു, ഇന്റർവ്യൂ പാനൽസ് അവര് നടത്തിയ ഇന്റർവ്യൂവിന്റെ ബേസിസിൽ ജോബ് ആസ്പിരൻസിനെ അസസ് ചെയ്യുന്നു. ആ അസസ് ചെയ്തതിന് ശേഷം അത് 3 കാറ്റഗറീസ് ആയിട്ട് തിരിക്കും. റിജക്ഷൻസ്, ഓൺ ഹോൾഡ്, സെലക്ടഡ് ഗ്രൂപ്പ്സ്. സെലക്ടഡ് ഗ്രൂപ്പ്സിന് റാങ്കിങ് കൊടുത്ത് ആ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓഫർ ലെറ്റർ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, അടുത്തതെന്ന് പറയുന്നത് ക്ലിയർ ആയി എവിടെ വരെ? അപ്പൊ ഓഫർ ലെറ്റർ ആണ് ഇവിടെ താഴെ ഒരെണ്ണം സ്പെസിമെൻ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിരിക്കുന്നു. റൈറ്റ് സൈഡില് ടോപ്പില് ഡേറ്റ് ആണ്, ആ ഡേറ്റ് എന്നാണ് അത് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വീണ്ടും അവര് നമ്പർ കൊടുത്തിട്ടുണ്ട്, എയിംസ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് 2022-23 HR PRO എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് PROന്റെ പോസ്റ്റിലേക്കാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെയും PRO തന്നെ പറഞ്ഞേക്കണേ. മിസ്റ്റർ രവികൃഷ്ണൻ അലയം ഭവൻ, എറണാകുളം ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. സബ്ജക്ട് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ. പബ്ലിക് റിലേഷൻസ് ഓഫീസറിന്റെ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓഫർ ആണ്. റെഫറൻസ് യുവർ ആപ്ലിക്കേഷൻ ഡേറ്റ് എടുത്ത് നിങ്ങൾ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇന്ന ഡേറ്റിൽ, ആ ഡേറ്റിന്റെ സ്ഥാനം അവിടെ വേക്കന്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ആപ്ലിക്കേഷനിൽ കൊടുത്തേക്കുന്ന ഡേറ്റോടെ ഫിൽ ചെയ്യണം. ആൻഡ് സബ്സിക്വന്റ് ഇന്റർവ്യൂ, അതിനുശേഷം നടത്തിയ ഇന്റർവ്യൂവിന്റെയും റെഫറൻസിലാണ് നിങ്ങൾക്ക് ഈ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ ലെറ്റർ സെൻഡ് ചെയ്യുന്നത്. Dear Mr. or Mrs. Krishna Kumar, this is with reference to your application for employment in Anil Institute of Medical Sciences. Anil Institute of Medical Sciences in there, എന്താ പറയാ, റെഫറൻസ് പ്രകാരം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈ ഒരു സ്ഥാപനത്തില്, നിങ്ങളുടെ ഈ ഒരു മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടില് നിങ്ങൾ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ്, തൊഴിലിന് വേണ്ടി തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഫറൻസ് ആണ്. സബ്സിക്വന്റ് ഇന്റർവ്യൂ we have pleasure to offer employment on the following terms and conditions. നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെയും എന്താ പറയാ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇവിടെ ജോലി തരാനായിട്ട്. ബട്ട് അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിന് കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വ്യവസ്ഥകളും നിബന്ധനകളുമാണ് ചൂടെ കൊടുത്തിരിക്കുന്നത്. We wholeheartedly welcome you to be a part of എയിംസ് ഫാമിലി. അപ്പൊ എയിംസ് ഫാമിലിയുടെ ഒരു ഭാഗമാകാൻ നിങ്ങളെ ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ചധികം ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു 19 എണ്ണം ഉണ്ട് കേട്ടോ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഒരു ജോലിക്ക് അങ്ങനെ ഓടിച്ചെന്ന് അങ്ങോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. അവരുടേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചു നോക്കി തൃപ്തി വന്നെങ്കിൽ മാത്രം സൈൻ ചെയ്യുക, ജോലിക്ക് ജോയിൻ ചെയ്യുക. ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് പറ്റാത്തത് ഉണ്ടെങ്കിൽ പിന്നീട് അയ്യോ ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. നമ്മൾ എന്ത് സാധനം ആരിൽ നിന്ന് ആർക്ക് ഒപ്പിട്ട് കൊടുത്താലും എന്ത് ചെയ്യണം, ഒപ്പിട്ട് കൊടുത്താൽ എന്ത് ചെയ്യണം, വായിച്ചു നോക്കണമെന്ന് നല്ലതാ അല്ലെ. അതിൽ ചിലത് സാധനങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മൂലൊക്കെ കൊണ്ടുപോയി സ്റ്റാർ ഇട്ട് വളരെ കാണാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോയി വെക്കും. നമ്മൾ കണ്ട പാടി കാണാത്ത പാടി എവിടേക്ക് ഓടും. ചില കാര്യങ്ങള് പരസ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പരസ്യത്തിന്റെ എവിടെയെങ്കിലും അറ്റത്ത് മൂലക്കിൽ കൊണ്ടുപോയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു സാധനം സ്റ്റാർ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ കണ്ണിൽ പെടില്ല. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ പരസ്യം കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്, അതെങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ നമ്മൾ നമ്മുടെ കണ്ടത് അവരുമായിട്ട് എന്താ പറയാ ബാർഗെയിൻ ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പൊ അവര് പറയേ ഇവിടെ സ്റ്റാർ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഒരു വ്യവസ്ഥകളൊക്കെ കുറച്ച് മാറും. അപ്പൊ അതിന് വിധേയമായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ എന്ന് പറയും.
അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കണം. അങ്ങനെ ബുക്ക് മൂലമൊക്കെ വായിച്ചു നോക്കി അത് ഒപ്പിട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ അപ്പോയിന്റ്മെന്റിന്റെ ഓർഡറും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ച് നമുക്ക് വായിക്കാം. The appointment will be effective from the date of joining our organization. നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തുടങ്ങിയാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിന് എഫക്റ്റീവ് ആകുക. അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിന്റെ ആ ഒരു ഇത് എന്താ പറയാ ആ ഒരു ഇഫക്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആകുന്നത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്തായിരിക്കും, ആ ഡേറ്റ് മുതലായിരിക്കും. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. യു വിൽ ഹാവ് ടു സബ്മിറ്റ് എ ജോയിനിങ് ഓർഡർ ആക്സെപ്റ്റിംഗ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓൺ ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. ഇനി മാത്രമല്ല, നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഓർഡർ ഉണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഐ അഗ്രി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ആ ഡേറ്റ് ഓഫ് ജോയിനിങ്ങിൽ തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഇവിടുത്തെ കണ്ടീഷൻസിനും ഇതിനൊക്കെ ഞാൻ വിധേയമാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് സമ്മതമാണ്, ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള പറഞ്ഞ ഡേറ്റ് ഒക്കെ ഇട്ട് അത് സൈൻ ചെയ്ത് അതിവിടെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ, യു വിൽ ബി ഇനീഷ്യലി ഡെസിഗ്നേറ്റഡ് ആസ് ഡാഷ്. അതായത് വരുമ്പോ തുടക്കം ജോലി കിട്ടിയ അപ്പൊ തന്നെ ഇല്ലേ നിങ്ങളെ ഇന്ന ജോലിയാണ് ഏൽപ്പിക്കണേന്ന്, ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാഷ്. അതായത് അവിടെയൊക്കെ എന്താണോ ഏത് ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പൊ ഇന്ന ഒരു എന്താ പറയാ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്, ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു എന്തെങ്കിലും ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആയിട്ടാണ് ഇപ്പൊ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഡെസിഗ്നേറ്റഡ് ആസ് ടെക്നീഷ്യൻ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോളൂട്ടാ. ക്ലിയർ ആയോ? അവിടെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ എന്ന്. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന ജോലിയാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങളെ അല്ലെങ്കിൽ തുടക്കം തന്നെ നിങ്ങളെ നിയോഗിക്കുന്നത്. ആൻഡ് ഷാൽ ബി റിപ്പോർട്ടിംഗ് ടു ദ ചെയർമാൻ ത്രൂ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിന് ഹെഡ് ഉണ്ടായിരിക്കുമല്ലോ, HOD, ആളെ നമ്മൾ അറിയിക്കും. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആ കാർഡിയോളജിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആരാണോ അവിടെയാണ് അറിയിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് മൂന്നാമത്തെ കണ്ടീഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വായിച്ചു നോക്കണേ. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൊണ്ടുപോയി ഇടണേ? അയ്യോ ഞാനിതല്ലല്ലോ പഠിച്ചു, ഞാൻ വന്ന ഇന്റർവ്യൂ ചെയ്തത് ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലല്ലോ എന്നൊന്നും പറയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ പോയി ഇന്ന സ്ഥലത്താണ് നിങ്ങളുടെ ജോലി എന്ന് പറയുമ്പോ അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ കൃത്യമായി വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ജോലിക്ക് കയറേണ്ടതാണ്. Then you will be paid a consolidated salary of rupees dash per month. വീണ്ടും നിങ്ങൾക്ക് തരുന്ന സാലറി എത്രയാണോ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. You are eligible for actual conveyance incurred for official purpose. നിങ്ങൾക്ക് ഇനി ഈ ജോലിക്ക് പുറമെ നിങ്ങൾ ഈ ഓഫീസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പർപ്പസിന് നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ച്വൽ കൺവെയൻസ്, പോകുന്നതിന് വരുന്നതിനൊക്കെ വേണ്ടി വരുന്ന ആ ഫെയർ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. An annual increment of that percentage will be considered subject to the satisfaction of the management. ഇനി നിങ്ങളുടെ ജോലി വളരെ സംതൃപ്തമാണ് എന്ന് നമ്മുടെ ഓർഗനൈസേഷനും മാനേജ്മെന്റിനും ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർഷത്തില് ഇത്ര പെർസെന്റേജ് സാലറി ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കും. വെച്ചെന്താ സാലറി ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ സാലറി കൂട്ടിത്തരുന്നത് എത്ര വർഷം, അതായത് സാറ്റിസ്ഫൈഡ് ആകണം. അതെ, സാലറി കൂട്ടിത്തരാം. എങ്ങനെയാണെങ്കില് നമുക്ക് എന്താ പറയാ, ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനും വെൽ സാറ്റിസ്ഫൈഡ് ആണോ, നല്ല രീതിയിലാണ് ആള് ജോലി ചെയ്യുന്നത് അല്ലെ, ഒരു നല്ലൊരു ഇമ്പാക്ട് അവരിൽ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമാണ്, അല്ലാതെ എല്ലാവർക്കും ഇത്ര ശതമാനം എന്താ പറയാ ഇത്ര പെർസെന്റേജ് വെച്ച് എല്ലാ വർഷവും ഇൻക്രിമെന്റ് ഉണ്ടാകുന്നല്ല. അവരുടെ പെർഫോമൻസ് ലെവൽ നോക്കിയിട്ട് മാനേജ്മെന്റ് സംതൃപ്തമാണെങ്കിലാണ് അത്തരം ഒരു ഇൻക്രിമെന്റ് സാലറിയിൽ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് മൾട്ടിപ്പിൾ ഇൻക്രിമെന്റ്സ് വിൽ ബി കൺസിഡേർഡ് ബൈ ദ മാനേജ്മെന്റ്. ഇനി അതിനും പുറമെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് നമ്മൾ കാഴ്ചവെക്കുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ് എന്ന് വെച്ചാൽ ഓരോ ഓർഗനൈസേഷനും അവരുടേതായ ഒരു ലെവൽ ഉണ്ട്. അവരൊരു സ്റ്റാൻഡേർഡ് ലെവൽ എപ്പോഴും എയിം ചെയ്തു, ഇത്രയാണ് നമ്മൾ ഇന്ന ജോലിക്കാരനിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ലെവലിലേക്കാണ് എത്തിക്കഴിഞ്ഞാൽ 100% ലെവലിലേക്കാണ് എത്തിയെന്ന് ഓർഗനൈസേഷന്, ഏത് ഓർഗനൈസേഷൻ ആയാലും അവർക്ക് മനസ്സിലാകും. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ആള് മുന്നിലാണ് കേട്ടോ, അല്ലെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയാ ഹൈ ലെവലിലാണ് ആളുടെ പെർഫോമൻസ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇയാളുടെ പെർഫോമൻസ് എന്ന് കണ്ടെത്തിയാൽ അങ്ങനെയുള്ള എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിന് മൾട്ടിപ്പിൾ ഇൻക്രിമെന്റ്സ് ആണ്. മൾട്ടിപ്പിൾ ആണ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഇൻക്രിമെന്റിനേക്കാൾ എന്താ പറയാ പെരുകുക എന്നാ പറയാ അല്ലെ, കൂടുക എന്നല്ല പറയട്ടെ, പെരുകുക എന്നാണ് പറയുക അല്ലെ. അപ്പൊ ഇരട്ടി എന്ന് മാത്രമൊക്കെ പറയാം അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള വർധനവായിരിക്കും നിങ്ങളുടെ സാലറിയിൽ ഉണ്ടാകുക എന്നാണ് മാനേജ്മെന്റ് അങ്ങനെയാണ് തീരുമാനിക്കുക.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പേജിൽ, ഈ 4 കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും മനസ്സിലാവുന്നുണ്ടാവുന്ന വായിച്ചു നോക്കി വേഗം. അത് കണ്ടീഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ വായിച്ചതിന്റെ മീനിങ് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ അടുത്തത് വായിച്ചാലോ? അടുത്ത കണ്ടീഷൻ. ഇതൊക്കെ നമ്മുടെ ഇന്നലെ ഇവിടെ കുറച്ച് കുട്ടികൾ പറഞ്ഞല്ലോ, നമ്മളുടെ ക്ലാസ്സിൽ എക്സാമുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ ആളുകൾ കുറഞ്ഞേക്കണേ? ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോ മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ടീച്ചറെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ആ റെക്കോർഡഡ് ക്ലാസ്സുകളൊന്ന് കാണുക, നോട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോ അതല്ല, ഓക്കെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കി വീണ്ടും സംശയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ആർക്കൊക്കെയാണോ സംശയമുള്ളവരൊന്ന് ലാസ്റ്റ്, അതായത് നമ്മുടെ 2 hours ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ 20 minutes അത്രയും സമയം കൊണ്ട് തീർക്കുന്ന രീതിയിൽ ടീച്ചേഴ്സ് അതിന്റെ ആ ഒരു കൺക്ലൂഷൻ പോലെ കാര്യങ്ങൾ വ്യക്തമാക്കി തരും. ഞാൻ മറ്റു ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നലെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ടീച്ചേഴ്സിനെയും അത് അറിയിച്ചിട്ടുണ്ട്. അവരങ്ങനെ ചോദിച്ചാൽ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിനനുസരിച്ച് സഹകരിക്കണമെന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ പറയാൻ വന്നേ, അങ്ങനെ പറഞ്ഞപ്പോ വേറെ പറയാനാ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുമ്പോഴില്ലേ, അതുകൊണ്ടാണോ ആളുകൾ കുറഞ്ഞതല്ല. പക്ഷെ ഞാൻ ചോദിക്കാൻ വന്നത് വേറെ എന്താണ്ടായിരുന്നു, വേറെ എന്തുവാണ് ചോദിക്കാൻ വന്നത്? കൂട്ടുമാരപ്പോയി. അതാണ് പറയാൻ വന്നത്. അതായത് എങ്ങനെ അങ്ങനെ ഇപ്പൊ നമ്മളുടെ ഈ പറയുന്ന ചാപ്റ്ററിലെ ഈ ചാപ്റ്ററിൽ അങ്ങനെ വലിയ സംശയം വരാൻ വഴിയില്ലാന്ന്, എളുപ്പമല്ലേ എന്നാണ് ഞാൻ പറയാൻ വന്നത്. വരാതിരിക്കുന്നവർക്ക് എളുപ്പമായിരിക്കും ഈ ചാപ്റ്റർ ആയതുകൊണ്ടേ, വായിച്ചാലും ഏകദേശം മനസ്സിലാകും. എനിക്ക് അങ്ങനെ ചിലപ്പോ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ, ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ മാത്രമേ ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ അല്ലേ, അതൊക്കെ നമ്മള് ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നീ പറയാതൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും അത് എളുപ്പമാണ്. എനിക്ക് തോന്നുന്നല്ല ഇതൊക്കെ നീ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമെന്ന്. അപ്പൊ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഇല്ലാത്ത കാര്യമാണല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, യെസ്, അത് പറയാനോ വന്നത്. അപ്പൊ നമുക്ക് അടുത്ത കണ്ടീഷൻ എന്താന്ന് നോക്കാം. പറ്റുന്നത്രയും കണ്ടീഷൻസ് പോട്ടെ. യു വിൽ ബി ഓൺ പ്രൊബേഷൻ ഫോർ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. ഇനി നമുക്കറിയാം, ഇതുപോലെ പുതിയ ആളുകളൊക്കെ ഓർഗനൈസേഷനിൽ ജോലിക്ക് എടുക്കുമ്പോൾ അവർക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നെല്ലാവർക്കും അത് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ പ്രൊബേഷൻ പീരീഡ് എന്നൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ കേട്ടിട്ടുള്ളൂ അല്ലെ. കാരണം അവർക്കും ഇതുപോലെ തന്നെ ഇപ്പൊ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ വൈസിൽ എല്ലാ തരത്തിലുള്ള എന്താ പറയാ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലിരിക്കുന്നുണ്ട്. പക്ഷെ കാര്യത്തിലേക്ക് വരുമ്പോ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോ ചില ടീച്ചേഴ്സിന് എന്താ പറയാ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അവർക്ക് അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ചില നെർവസ് ഫീലിംഗ് അല്ലെ, ഇത്രയും കുട്ടികളെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ എനിക്ക് തന്നെ പരിചയമുള്ളവരുണ്ട്. എന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, BEd MEd അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കഴിഞ്ഞവര്, പക്ഷെ പേടിയാണ് അത്രയും ക്ലാസ്സുകളിൽ പോകുക, കുട്ടികളെ ഫേസ് ചെയ്യുക എന്നുള്ളത് പേടിച്ചിട്ട് പോകാൻ പറ്റാത്ത ആളുകളും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് ഒക്കെ വന്നു കഴിയുമ്പോ എന്ത് ചെയ്യും, അവരവിടെ എത്രത്തോളം നിൽക്കുമെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മിക്ക ജോലിക്കും ഉണ്ട്. കാരണം അതിനേക്കാൾ നല്ല കഴിവുള്ള ആളുകൾ വേറെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊബേഷൻ പീരീഡിൽ വൈൽ ദേ ആർ നോട്ട് ഗിവിംഗ് എഫിഷ്യന്റ് ആയിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു ജോലിക്ക് അവർ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അടുത്ത ആളുകളെ വിളിക്കും.
അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അതുകൊണ്ട് ഒരു പ്രൊബേഷൻ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. 6 മാസം നിങ്ങൾക്ക് ജോയിനിങ് ഡേറ്റ് മുതൽ 6 മാസം വരെ നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് ആണ്. On the completion of 6 months, your performance will be evaluated as per HR policy. Human resource policy പ്രകാരം ഈ 6 മാസത്തിന് ശേഷം നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ വിലയിരുത്തും. Your services will be confirmed as per description of the management. അതിനുശേഷം നിങ്ങളുടെ സേവനം എങ്ങനെയാണ് എന്ന് മാനേജ്മെന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വിവരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. HR പോളിസി പ്രകാരം നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കൺഫർമേഷൻ ഏത് രീതിയിലാണ് വേണ്ടത് എന്ന് മാനേജ്മെന്റ് തീരുമാനിക്കും, നിങ്ങളെ അറിയിക്കും എന്നാണ് അടുത്ത കണ്ടീഷൻ. ഓക്കെ, ക്ലിയർ ആണോ ആ പോയിന്റ്? സംശയമുണ്ടോ? No. Yes, next one. If your performance is not put up to the designated mark and foresee that you are improve, your probation period will be extended for a period of further 6 months. എന്നാൽ ഈ പ്രൊബേഷൻ പീരീഡ് നിങ്ങൾക്ക് 6 മാസം തന്നേക്കണേ. ആ 6 മാസ കാലത്തില് നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡിൽ നിങ്ങളുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവരുദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക്, ആ ഒരു മാർക്കിലേക്ക്, ആ ഒരു റാങ്കിലേക്ക് നിങ്ങൾ എത്തിയില്ല എങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ ആ ജോലി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അനദർ 6 months കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും ഒരു 6 മാസം എന്ത് ചെയ്യും, കൂട്ടും. എന്നുവെച്ചാൽ നേരത്തെ 6 മാസം കംപ്ലീറ്റ് ചെയ്തു, അപ്പൊ പെർഫോമൻസ് അസസ് ചെയ്തു കഴിഞ്ഞപ്പോ അത്ര നല്ല രീതിയിൽ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല, ഇവരുദ്ദേശിച്ച റാങ്കിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അതൊന്ന് ഇംപ്രൂവ് ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടി അടുത്ത ഒരു 6 മാസം എന്ത് ചെയ്യുന്നു, നിങ്ങൾ വീണ്ടും പ്രൊബേഷൻ പീരീഡ് ആയിട്ട് തന്നെയായിരിക്കും തരിക. Your performance is found substandard during the extended period also. എന്നാൽ ഈ 6 മാസം again നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് ആയിട്ട് തന്നു, അതായത് മൊത്തം 1 വർഷമായി, എന്നിട്ടും നിങ്ങളുടെ പെർഫോമൻസ് സബ്സ്റ്റാൻഡേർഡ് ആണെന്ന് മനസ്സിലാക്കിയാൽ, എന്താ സബ്സ്റ്റാൻഡേർഡ്? ബിലോ ക്വാളിറ്റി അല്ലെ, അവർ പറയുന്ന നിലവാരത്തിന്റെ താഴെയാണെന്ന് മനസ്സിലാക്കിയാൽ you will be intimated in writing and your services will be terminated. എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു റിട്ടേൺ, ഒരു എഴുതി തയ്യാറാക്കി നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കും, ആൻഡ് നിങ്ങളെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നതായിരിക്കും. 6 മാസം പ്രൊബേഷൻ പീരീഡില് നമുക്ക് പെർഫോമൻസ് ചെയ്യാനും ആ പെർഫോമൻസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തീരുമാനിക്കുന്ന രീതിയിലുള്ള റാങ്കിലേക്ക് എത്താനും പറ്റും. എന്നാൽ അവിടം വരെ എത്തിയില്ല, ഒരു 90% എത്തി, 10% കൂടി ഉണ്ട് എന്ന് തോന്നിയാൽ നമ്മുടെ ഓർഗനൈസേഷൻ വീണ്ടും ഒരു 6 മാസം കൂടി നമുക്ക് തരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്ത് 100%ലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ അതിന്റെ എബവ് കൊണ്ടുവരാൻ സാധിക്കണം. എന്നിട്ട് അത് ആയിട്ടില്ല, അതായത് അവർ ഉദ്ദേശിച്ച ക്വാളിറ്റിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ എപ്പോ ആണെങ്കിലും എന്ത് ചെയ്യാം, മാനേജ്മെന്റിന് തീരുമാനിക്കാം, ഇന്നാളെ വേണ്ട, നമുക്ക് അവിടെ ടെർമിനേറ്റ് ചെയ്യണം. എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പിരിച്ചുവിടുക എന്നാണ്. ഓക്കെ, അപ്പൊ അതിന് മനസ്സിലായോ 6ാമത്തെ കണ്ടീഷൻ? Yes. And the 7th one is your designation will be subject to change in due course of time as per the company's requirement and subsequent promotions based on your performance. ഇനി മാത്രമല്ല, ഇനി നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഇന്ന സ്ഥലത്താണ് നിങ്ങളെ ജോലിക്ക് ഇട്ടേക്കണേ, പക്ഷെ ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, നമ്മുടെ കമ്പനി ചിലപ്പോ ഇന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വേറെ ഒരു വേക്കൻസി ഉണ്ട്, അപ്പൊ പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള സമയവും കാലവും ഒക്കെ ചിലപ്പോ കുറവാണ് എങ്കിൽ കമ്പനി റിക്വയർ ചെയ്യാണ് ഇന്ന ആളെ അവിടെ നിന്ന് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞാൽ, അപ്പൊ അങ്ങനെ ചിലപ്പോ ഇത് ചെയ്യേണ്ടി ഒരു മാറ്റങ്ങൾ തരും, അല്ലെങ്കിൽ പ്രൊമോഷൻസ് തരും. അതൊക്കെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് മാറുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അന്നേരം അത് പറ്റില്ല, ഇതില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യുവർ ഡെസിഗ്നേഷൻ വിൽ ബി subject to change in due course of time as per the company's requirements, and also subsequent promotions will be based on your performance. എന്ത് ചെയ്യും, ആവശ്യത്തിന് നിങ്ങളുടെ രീതിയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ പിന്നീട് തുടർച്ചയായി നിങ്ങൾക്ക് പ്രൊമോഷൻസും ഉണ്ടാകുന്നതാണ് എന്നാണ് അടുത്ത കണ്ടീഷൻ. ക്ലിയർ ആയോ? 7ാമത്തെ. യെസ്. നെക്സ്റ്റ് വൺ, 8ാമത്തേത് എന്താ, ഡ്യൂട്ടീസ് വിൽ ബി ആസ് പെർ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി നിങ്ങൾക്ക് തരുന്ന ജോലി, അല്ലെങ്കിൽ നിനക്ക് തരുന്ന ജോലി, ഇന്ന ആൾക്ക് കൊടുക്കുന്ന ജോലി, അത് ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രകാരമായിരിക്കും. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ?
അതായത് ഓരോ ആളുകളും ഓരോ സ്റ്റാഫും അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതിനെ കുറിച്ച് വിവരിക്കുന്നതാണ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതനുസരിച്ച് പറഞ്ഞുതരും. എനി അതർ അഡീഷണൽ ഡ്യൂട്ടീസ് ആർ ഡീംഡ് നെസസറി വിൽ ബി അസൈൻഡ് ടു യു ഫ്രം ടൈം ടു ടൈം ബൈ ദ മാനേജ്മെന്റ് ത്രൂ ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓർ HR ഡിപ്പാർട്ട്മെന്റ്. ഇനി നിങ്ങൾക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള ഡ്യൂട്ടീസ് ആണ് നിങ്ങൾ സാധാരണ പതിവായി ചെയ്യേണ്ടത്. എന്നാൽ ഇനി മറ്റെന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് നിങ്ങളെ കൂടെ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് HR മാനേജറോ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റോ പറയുന്നത് അനുസരിച്ച് അതും ചെയ്യാനായിട്ട് നിങ്ങൾ സന്നദ്ധരായിരിക്കണം. അല്ലെങ്കിൽ അത്തരം ജോലികളും നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അതെന്റെ ഡ്യൂട്ടിയിൽ പെട്ടതല്ല, മാനേജ്മെന്റ് പറഞ്ഞാലായിക്കോട്ടെ ആര് പറഞ്ഞാലും ഞാൻ ഇതൊന്നും സമ്മതിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇതിവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തേക്കാണ്. ഓക്കെ, നിങ്ങൾ പറയുന്ന ജോലികൾ ഞാൻ ചെയ്യാമെന്ന്. അതല്ല എങ്കിൽ അന്നേരം പറയുമ്പോ പറയണം എന്റെ ജോലി ഞാൻ ഇതേ ചെയ്യുള്ളൂ, അല്ല ഇത് എക്സ്ട്രാ അഡീഷണൽ ജോലികളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നവിടെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മൾ ഏത് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ളതൊക്കെ നമ്മുടെ ജോലിയുടെ ഡിഗ്നിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അല്ലെ, അപ്പൊ നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ജോലികൾ ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റോ HR ഡിപ്പാർട്ട്മെന്റോ പറയുകയാണെങ്കിൽ അതുകൂടി ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. 8ാമത്തെ പോയിന്റ് വായിച്ചു നോക്കിയൊന്ന് ക്ലിയർ ആയോ എന്നിട്ട്? എട്ടാമത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അവിടെ വരെ നിർത്താണ്. ഇനിയുണ്ട് ഒരു 19 ഇല്ലെങ്കിൽ 19 ഉണ്ട്. അപ്പൊ ഒരു 14 കൂടെ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമ്മള് നിങ്ങൾക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യണം? മറന്നുപോയാ വർക്ക് എന്നിട്ടല്ലോ മറന്നുപോയാ? ഇല്ല, വർക്ക് മറന്നുപോയിട്ടില്ല. വർക്ക് വൈകി കയറിയവരൊക്കെ ഉണ്ട്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനയറിന്റെ സ്പെസിമെൻ കണ്ടു. ഇന്റർവ്യൂവിൽ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു ചോദ്യാവലി കൂട്ടം അതിനെയാണ് ക്വസ്റ്റ്യനയർ വിളിക്കുക. അതിന്റെ ഫോർമാറ്റിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് എഴുതി അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എന്താണ് അതിന്റെ ആൻസേഴ്സ് എന്ന് ഒന്ന് നോക്കി എഴുതി വെച്ചിട്ട് ഇരിക്കാം. നെക്സ്റ്റ് ട്യൂസ്ഡേ നമുക്കത് കാണാം. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു, ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, bye bye. Thank you, ma'am. Thank you, ma'am.